Hi മക്കളെ. ഓഡിബിൾ ആണെങ്കിൽ ഒരു ഹായ് പറഞ്ഞേടാ. ക്ലിയർ ആയി കേൾക്കാമെങ്കിൽ ഓക്കെ 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 ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചെറിയൊരു ചാപ്റ്റർ ആണ്. ജസീമേ, കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചെറിയ ചാപ്റ്റർ ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ 1 മണിക്കൂറിൽ താഴെയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് കീമിന് ചോദിക്കുന്ന ലെവലിലുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കുറഞ്ഞ സമയം മതി. നല്ല ക്ഷീണത്തിലാണല്ലോ സാർ. നോമ്പുണ്ടേ. കെമിക്കൽ കൈനറ്റിക്സുമായി ബന്ധപ്പെട്ട് ബാക്കി നേരിട്ട് സംസാരിക്കാം കേട്ടോ. കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹായ് ഹായ് പാർവതി, അമൽ. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ നോട്ട് ചെയ്തോളണേ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളും ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. എക്സ്പ്ലോഡ് കുറച്ച് തിരക്കുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ, വായിച്ചോടാ. റൈറ്റ് ലോ ഫോർ ദി സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ 2a + b gives 2c is given by. മോനെ ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചോളണേ കുഞ്ഞെ. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് അത് തന്നെ റേറ്റ് ലോ എക്സ്പ്രഷനിൽ പവർ ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇക്വേഷൻ ഭയങ്കര സിമ്പിളാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് a² ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് b. അപ്പോൾ സാധാരണ എല്ലാ റിയാക്ഷനിലും ഇങ്ങനെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിനെ പവർ ആയിട്ട് അങ്ങോട്ട് എഴുതൽ പോസിബിൾ അല്ല. പോസിബിൾ അല്ലാത്ത സ്ഥലം സിംഗിൾ സ്റ്റെപ്പ് അല്ലാത്തിടത്താണ്. ഇപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിൽ, പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഡയറക്റ്റ് അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ എന്തായിട്ട് എഴുതിയാൽ മതി എന്ന് പറ? പവർ ആയിട്ട് എഴുതിയാൽ മതി. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ടെൽസ് അസ് എബൌട്ട്. എടാ, ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷന്റെ എന്തിനെ കുറിച്ചാണ് നമുക്ക് ധാരണ തരുന്നത്? റിയാക്റ്റന്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ റിയാക്ഷൻ ആണോ? റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡിനെ കുറിച്ചാണ് ധാരണ തരിക, അഥവാ വെലോസിറ്റിയെ കുറിച്ച്. ആ റിയാക്ഷൻ എത്രമാത്രം സ്പീഡിലാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ധാരണ തരിക. ഹൗ സ്ലോ ഓർ ഫാസ്റ്റ് ദി റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് എന്നതാണ് ഒരു റിയാക്ഷന്റെ റേറ്റ് എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്പീഡിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എടാ, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഓപ്ഷൻസിൽ കാണേണ്ടത്. കുഞ്ഞെ, മോൾ പെർ ലിറ്റർ എന്നതിന് പകരം ഇവിടെ ലിറ്റർ എന്നതിനെ അവർ ഡെസിമീറ്റർ ക്യൂബ് എന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അറിവില്ലാത്തവർ പഠിച്ചു വെച്ചോളൂ. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ ക്യൂബാണ്. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം എങ്ങനെയാണ് ആൻസർ വരിക? മോൾസ് പെർ ഡെസിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നല്ലേ ഓപ്ഷൻ വരിക. ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു സ്ലാഷ് കൂടി ഇട്ടാലേ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. മോൾസ് പെർ ഡെസിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സെക്കൻഡിന്റെ ഒരു സെക്കൻഡിൽ എത്ര മോൾസ് പെർ ലിറ്റർ റിയാക്ഷൻ നടക്കുന്നു? ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. കുറച്ച് പേര് എ എന്ന ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ശ്രദ്ധിക്കുക, എ അല്ല ആൻസർ, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ 2 സ്പെസിഫിക് ടൈം ഇന്റർവെൽ ഈസ് കോൾഡ്. എടാ, റേറ്റ് ഓഫ് റിയാക്ഷനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ടല്ലോ.
ഒന്നാണ് ആവറേജ് റേറ്റ്, മറ്റൊന്നാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇന്റർവെല്ലിനിടയിൽ t=x മുതൽ t=y വരെയുള്ള ടൈം ഇന്റർവെല്ലിനിടയിലുള്ള ആവറേജ് സ്പീഡിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പേര് വിളിക്കുക. എന്നാൽ എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഒരു പർട്ടിക്കുലർ മൊമെന്റിലുള്ള റിയാക്ഷന്റെ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ്. ഇവിടെ പറയുന്നത് ബിറ്റ്വീൻ ടു സ്പെസിഫിക് ടൈം ഇന്റർവെൽ ആണ്. അത് ആവറേജ് റേറ്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. പഠിച്ചില്ലേ മോനെ? നെക്സ്റ്റ്, അറ്റ് ദി ബിഗിനിങ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഈസ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ബേസിക് ലെവലിലുള്ള, അതുപോലെ എല്ലാ ഏരിയയും ഇൻട്രൊഡക്ഷൻ ഏരിയ അടക്കം നിങ്ങൾക്ക് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എടാ, തുടക്കത്തിൽ റിയാക്റ്റന്റിന്റെ കുറവ്, റിയാക്റ്റന്റ് ഇങ്ങനെ കുറയുമല്ലോ. അപ്പൊ തുടക്കത്തിലെ ഏറ്റവും കൂടുതൽ റിയാക്റ്റന്റ് ഉള്ള സമയമാണ്. അപ്പൊ അതിന്റെ കുറവ് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിരിക്കും. കാര്യം ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഏറ്റവും പീക്കിലായിരിക്കും, പിന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് കുറയല്ലേ ചെയ്യാം. അപ്പൊ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നതിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തുടക്കത്തിലാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? റാപ്പിഡ് ആണ്. അറ്റ് ദി ബിഗിനിങ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഈസ് എന്താണ്? റാപ്പിഡ് ആണ്. എല്ലാവരും പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദി ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ഇൻകറക്റ്റ്? ഒരു റിയാക്ഷന്റെ ഓർഡറിനെ കുറിച്ച് പറയുന്ന ഡയലോഗുകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്ന് കാണുമ്പോൾ തന്നെ ഒരു 30 സെക്കൻഡ് ഞാൻ സമയം അനുവദിക്കുന്നു. കാണുമ്പോൾ തന്നെ ആൻസർ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഓൾവേസ് ഹോൾ നമ്പർ എന്ന ഡയലോഗ് തെറ്റാണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ ഹോൾ നമ്പർ ആവാം, ഫ്രാക്ഷണൽ ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ ഈ പറഞ്ഞതെല്ലാം ആവാം. അതുകൊണ്ട് ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഓൾവേസ് ഹോൾ നമ്പർ എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ എല്ലാവരും ഒരു 30 സെക്കൻഡ് ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഒന്ന് വായിച്ചു നോക്കിക്കേടാ. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്നൊന്ന് വായിച്ചു നോക്ക്. ഡീലാണല്ലോ. ഇൻകറക്റ്റ് ഏതാണ് എന്നാ ചോദ്യം. അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. Rate of the reaction 2NO plus Cl2 gives 2NOCl is given by the rate equation KNO. ഈ സ്ക്വയർ പുറത്താണ് കേട്ടോ വരേണ്ടത്. ഈ സ്ക്വയർ വരേണ്ടത് പുറത്താണ്. 2NO സ്ക്വയർ Cl2. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ പുറത്താണ് 2 എന്നുള്ളത്. വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒന്ന് വായിച്ചേടാ. റേറ്റ് കോൺസ്റ്റന്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ വാല്യൂ ഏതാണെന്ന്. റേറ്റ് കോൺസ്റ്റന്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ വാല്യൂ ഏതാണ്? എടാ, ഒരൊറ്റ കാര്യം പഠിക്കാനുള്ളൂ. റേറ്റ് കോൺസ്റ്റന്റിനെ ഇൻക്രീസ് ചെയ്യാൻ ഒരാൾക്കേ പറ്റുള്ളൂ. പഠിച്ചു വെച്ചോ. ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചറാണ്. ചിലർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് ഈ കോൺസെൻട്രേഷൻ ഓഫ് NOയും കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിനും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് മാറുമെന്ന് ചിലർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കല്ലേ മോനെ. റേറ്റ് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ റേറ്റ് കോൺസ്റ്റന്റ് കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ റേറ്റ് കോൺസ്റ്റന്റ് കുറയും. ആൻഡ് ദി ആൻസർ ഈസ് ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചർ എന്നതാണ് കറക്റ്റ് ആൻസർ. പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലടാ? ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചർ. Unit of rate constants of first order and zero order reactions in terms of molarity unit are respectively. മോനെ, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ നമുക്കെല്ലാവർക്കും അറിയാം. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ യൂണിറ്റ് ഓഫ് കെ, പഠിക്കണേ, യൂണിറ്റ് ഓഫ് കെ ഇസ് ഈക്വൽ ടു മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1 എന്നതാണ്. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1 എന്നതാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷൻ. സപ്പോസ് ദി റിയാക്ഷൻ ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n ന്റെ വാല്യൂ നമ്മൾ 0 എന്നെടുക്കും.
ശരിയല്ലേടാ? എന്നിന്റെ വാല്യൂ നമ്മൾ എന്തെടുക്കും? 0 എന്നെടുക്കും. ഇതൊന്ന് സെറ്റ് ആക്കിയടാ. ഇവിടെ പോയല്ലോ. കിട്ടി കണക്ഷൻ. ഓക്കെ. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 0 എന്നെടുക്കും. അപ്പൊ യൂണിറ്റ് ഓഫ് കെ, എടാ ഇതൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്തവരൊക്കെ പരിഗണിച്ചിട്ട് വിത്തിൻ 1 hour നമ്മൾ ഈ പരിപാടി തീർക്കും. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ യൂണിറ്റ് ഓഫ് കെ എന്തായിരിക്കും? എടാ മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 ആയിരിക്കുമല്ലോ 0 ഓർഡർ ആണെങ്കിൽ. ഇവിടെ എന്നിന്റെ വാല്യൂ ഒക്കെ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. മോൾ പെർ ലിറ്റർ എന്നതിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ മോളാർ എന്ന് പേര് വിളിക്കാറുണ്ട്. സെക്കൻഡ് റേസ് ടു -1 അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ മോളാർ സെക്കൻഡ് റേസ് ടു -1 എന്നതാണ് 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ്, യൂണിറ്റ് ഓഫ് കെ. എന്നാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 1 വരും. മോൾ റേസ് ടു 1 - 1 ദാറ്റ് ഈസ് 0, ലിറ്റർ റേസ് ടു 1 - 1 ദാറ്റ് ഈസ് ഓൾസോ 0, സെക്കൻഡ് റേസ് ടു -1, ഫൈനലി സെക്കൻഡ് റേസ് ടു -1 എന്നത് മാത്രം ബാക്കിയാവും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ഓഫ് കെ സെക്കൻഡ് റേസ് ടു -1, 0 ഓർഡർ ആണെങ്കിൽ മോളാർ സെക്കൻഡ് റേസ് ടു -1. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. പഠിച്ചില്ലേടാ? എ റിയാക്ഷൻ ഇൻവോൾവിംഗ് 2 ഡിഫറെന്റ് റിയാക്റ്റൻസ് ക്യാൻ നെവർ ബി. മോനെ, ഒരു റിയാക്ഷൻ ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഏതോ ഒരു റിയാക്ഷൻ. അതെന്താ ഞാൻ ഈ എ പ്ലസ് ബി എടുക്കാൻ കാര്യം? ഇവിടെ 2 ഡിഫറെന്റ് റിയാക്ഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എടാ മിനിമം ഇതിന്റെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെയും 1 ഇവിടെയും 1 ആയിരിക്കുമല്ലോ മിനിമം. അപ്പോൾ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയി കഴിഞ്ഞാൽ അതിന്റെ മോളിക്യുലാരിറ്റിയുടെ മിനിമം വാല്യൂ എത്രയാണെന്ന് പറ? മോളിക്യുലാരിറ്റി ഈസ് മിനിമം 2. ആ 2വിനേക്കാൾ താഴേക്ക് മോളിക്യുലാരിറ്റി ഒരിക്കലും വരില്ല. അപ്പോൾ മോളിക്യുലാരിറ്റി 2വിന്റെ താഴെ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് 1 ആണല്ലോ. മോളിക്യുലാരിറ്റി ഓൾവേസ് എ ഹോൾ നമ്പർ. അപ്പോൾ മോളിക്യുലാരിറ്റി ഒരിക്കലും 1 ആവില്ല. മോളിക്യുലാരിറ്റി ക്യാൻ നെവർ ബി 1. അപ്പോൾ ഇതൊരിക്കലും മോളിക്യുലാരിറ്റി 1 ആവില്ല എന്ന് പറഞ്ഞാൽ യൂണി മോളിക്യുലാർ ആവാൻ പാടില്ല. അപ്പോൾ 2 റിയാക്റ്റന്റുകൾ തമ്മിലുള്ള എല്ലാ റിയാക്ഷനിലും പഠിച്ചു വെച്ചോ, മോളിക്യുലാരിറ്റി ക്യാൻ നെവർ ബി 1. ഇറ്റ് കനോട്ട് ബി എ യൂണി മോളിക്യുലാർ റിയാക്ഷൻ. മനസ്സിലായല്ലോ? സാർ കാൽക്കുലേറ്റർ ഇല്ലാത്തത് കൊണ്ട് പ്രോബ്ലം ആൻസർ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞുതരാടാ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ലാസ്റ്റ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് കാണിച്ചു തരാം. നിങ്ങളിതൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്, ഫോർ ദി ഫോളോയിങ് ഹോമോജീനിയസ് റിയാക്ഷൻ, ഒരു ഹോമോജീനിയസ് റിയാക്ഷൻ ഉണ്ട്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് ചോദ്യം. എടാ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കാണാൻ നിങ്ങൾ ആദ്യം ഇത് എന്തോർഡർ റിയാക്ഷൻ ആണ് എന്ന് പറയണം. പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാം. പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടത്തെയും സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇവിടെ 1 1 എന്ന് കൊടുക്കാൻ പറ്റും. 1 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ ഓഫ് റിയാക്ഷൻ നമുക്കറിയാം, ഓർഡർ ഓഫ് റിയാക്ഷൻ 2 ആയിട്ട് വരും. ഓർഡർ ഓഫ് റിയാക്ഷൻ 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണടാ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഓഫ് കെ പഠിച്ചോ. യൂണിറ്റ് ഓഫ് കെ ഇസ് ഈക്വൽ ടു പറഞ്ഞോ, മോൾ റേസ് ടു 1 - 2, ലിറ്റർ റേസ് ടു 2 - 1, സെക്കൻഡ് റേസ് ടു -1. അപ്പം എങ്ങനെ വരും? മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓപ്ഷൻ ഏതാ? സി ആണ് കറക്റ്റ് ആൻസർ. ഈ പെട്ടിക്കകത്ത് കാണുന്ന സാധനം, ഇതാ കണ്ടില്ലേ, ഈ പെട്ടിക്കകത്ത് കാണുന്ന സാധനം ഈ സിയുടെ ബാക്കിയാണ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. പഠിച്ചല്ലോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ റെക്കോർഡഡ് വീഡിയോയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. എല്ലാം ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ്, വെലോസിറ്റി കോൺസ്റ്റന്റ് കെ ഓഫ് എ റിയാക്ഷൻ ഈസ് അഫക്റ്റഡ് ബൈ. എല്ലാവരും ഒന്ന് ജെഇ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നോ? എടാ കീമിൻ്റെ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ജെഇ ലെവൽ ക്വസ്റ്റ്യനോ? എടാ തൊട്ടപ്പുറത്ത് ജെഇയുടെ ഇത് നടക്കുന്നുണ്ടേ, ജെഇ ലെവലിലുള്ള ഡിസ്കഷൻ സനാഫ് സാർ അവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തോളൂ. ഇതിപ്പോൾ കീമിനെ പ്രതീക്ഷിച്ച് വരുന്ന മക്കളല്ലേ. നമ്മളിവിടെ കീം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് വായിച്ചോ, ആൻസർ ഒന്ന് പറഞ്ഞേടാ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് കെ ഓഫ് എ റിയാക്ഷൻ ഈസ് അഫക്റ്റഡ് ബൈ. ഏതാണ് പറ?
ടെമ്പറേച്ചർ മാത്രം, ശരിയല്ലേ? ടെമ്പറേച്ചർ മാത്രം. ഓക്കെ അല്ലേടാ? ടെമ്പറേച്ചർ ആണ് റേറ്റ് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചു വായിച്ചോ. ഇൻ ദി റിയാക്ഷൻ 2a + b ഗീവ്സ് a to b. രണ്ടാളുകൾ കൂടി ചേർന്ന് എന്തോ തരുന്നു. ഓക്കെ. If the concentration of A is doubled and that of B is halved, then the rate of the reaction will. എല്ലാവരും ശ്രദ്ധിക്കണേ, അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടോളണേ. എന്താണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കണ്ടോളൂ. ഇതാ കണ്ടോളണേ. ആരാണ് നോയിക്കോട്ടടാ? ആദ്യത്തെ റേറ്റ് 1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A² ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് ഞാൻ എഴുതുകയാണ്. ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. കാരണം എന്താ? ഇവിടുത്തെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യന്റ് 2 ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടുത്തെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യന്റ് 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. റിമൈൻ സെയിം എന്നൊക്കെ ചിലർ ആൻസർ ചെയ്യുന്നുണ്ട്. തെറ്റാണ് മോനെ. ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഇവിടെ നോക്കൂ. ഇനി കേൾക്കണേ. രണ്ടാമത്തെ റേറ്റിന് എന്താ സംഭവിക്കുക എന്നാണല്ലോ ക്വസ്റ്റ്യൻ. ഞാൻ അതിനെ റേറ്റ് 2 എന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് K ഇൻറ്റു, ശരിക്കും ശ്രദ്ധിച്ചു വായിച്ചേ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുകയാണ് 2a ഹോൾ². പിന്നെന്താ പറഞ്ഞേ? ബിയുടെ കോൺസെൻട്രേഷൻ ഹാഫ് ആക്കി. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുകയാണ് 1/2b എന്ന് മാത്രം എഴുതി. കാര്യം അതിൻ്റെ പവർ 1 തന്നെയാണല്ലോ. ബിയുടെ പവർ 1 ആയതുകൊണ്ട് 1/2b എന്ന് എഴുതി. ഇനി ശ്രദ്ധിച്ചോളണേ മോനെ. K ഇൻറ്റു 2² എത്രയാണടാ? 4 അല്ലേ? 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് A² അങ്ങനെ തന്നെ ഉണ്ട്. ഇൻറ്റു 1/2നെ ഞാൻ പുറത്തെടുക്കുകയാണ്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് എഴുതി. മോനെ, ഈ 4ഉം 1/2ഉം തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർ തമ്മിൽ കട്ടായി പോയിട്ട് പകരം 2 എന്ന് വരൂലേ? 4 ഇൻറ്റു 1/2. ബാക്കിയുള്ള K കോൺസെൻട്രേഷൻ ഓഫ് A² B ഒക്കെ ഞാൻ വേറെ വേറെ എഴുതുകയാണ്. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A² ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഓക്കെ. സ്ക്വയർ വരേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് അല്ലേ? സ്ക്വയർ വരേണ്ടത് ഇവിടെ പുറത്താണ്. കോൺസെൻട്രേഷൻ ഓഫ് A² ഇൻറ്റു B. എന്താണ് പൊന്നുമക്കളെ? ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ പറയുന്നവൻ ആരാ? K ഇൻറ്റു A² ഇൻറ്റു B എന്ന് പറയുന്നത് റേറ്റ് 1 ആണല്ലോ. റേറ്റ് ഓഫ് 1. അതായത് റേറ്റ് 2 ഈസ് ദി ഡബിൾ ഓഫ് റേറ്റ് 1. അപ്പോൾ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറ? ഡബിൾ ആകുന്നു. ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 2. ഇൻക്രീസ് 2 ടൈംസ് എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലുള്ള ഹൃദയം ഒന്ന് ഞെക്കിപ്പൊട്ടിച്ച് എനിക്കൊരു വിവരം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന്. റെഡി? ഓക്കെ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും വരും. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ്. ഓക്കെ. കീം ജെഇ ലെവലാണോന്നോ? കീം ജെഇ ലെവലാണോന്നോ? അല്ല മോനെ, കീം ജെഇ ഒരേ ലെവലല്ല. ഓക്കെ. കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യുമോ റേറ്റ് ഓഫ് റിയാക്ഷൻ? ഇല്ല. കോൺസെൻട്രേഷനെ അഫക്റ്റ് ചെയ്യുമെന്നോ ചെയ്യില്ലെന്നോ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓർഡറിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാകും. റേറ്റ് ഓഫ് റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ അല്ല. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി കോൺസെൻട്രേഷൻ. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ ഓൺലി. മനസ്സിലായല്ലോ? നെക്സ്റ്റ്. The order of reaction with respect to one of the reacting component Y is 0. അതായത് rate is equal to K into concentration of Y raised to 0. Order of reaction with respect to Y 0 ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. Rate is equal to K into concentration of Y raised to 0. അപ്പോൾ നോക്കിക്കേ മോനെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വായിച്ചേടാ. റിയാക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് പോണേന്ന് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാര്യം Y അല്ലാത്ത മറ്റു റിയാക്റ്റന്റുകൾ ഇവിടെ ഉണ്ടോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡസ് നോട്ട് വേരി വിത്ത് ടെമ്പറേച്ചർ. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. ദി റിയാക്ഷൻ റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് Y എന്നത് കറക്റ്റാണ്. ശരിയല്ലേ? വൈയുടെ കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാലും റേറ്റിനെ അത് ബാധിക്കില്ല. കാര്യം എന്താ? Y raised to 0 ആണ്. വൈയുടെ കോൺസെൻട്രേഷൻ ഡബിളായി, അല്ലെങ്കിൽ വൈയുടെ കോൺസെൻട്രേഷൻ ട്രിപ്പിളായി, വൈയുടെ കോൺസെൻട്രേഷൻ ഹാഫായി, എന്ത് കോപ്പായാലും അതിനനുസരിച്ചൊന്നും റേറ്റ് മാറാൻ സാധ്യതയില്ല. അങ്ങനെയല്ലടാ. കാര്യം എന്താ? Y raised to 0 ആണ്. വൈയുടെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച്
റേറ്റ് മാറില്ല. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. നേരത്തെ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേടാ. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ മറക്കാതിരിക്കാൻ വീണ്ടും 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 മറക്കാതെ ചെയ്തിട്ട് പോട്ടെ. ഏതാടാ? മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റേറ്റ് ഈക്വൽ ടു കെ എ റേസ് ടു 3/2 ബി റേസ് ടു 1/2. പെട്ടെന്ന് ചെയ്യൂ, എല്ലാവരും ആൻസർ ചെയ്യൂ. ആൻസർ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. അറിയാത്തവർക്ക് വേണ്ടി ഞാനത് വ്യക്തമായി ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. പറഞ്ഞേടാ. ഈക്വൽ ടു കെ എ റേസ് ടു 3/2 ബി റേസ് ടു -1/2 ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ കാണാൻ ഇതിന്റെ പവറുകൾ തമ്മിൽ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി എന്നല്ലേ പറയുക. ഓർഡർ ഈസ് ദി സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. അപ്പൊ 3/2 പ്ലസ് -1/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5 -1/2 എന്ന് പറഞ്ഞാൽ -0.5 ആണ്. ആൻഡ് ദി ആൻസർ ഇസ് 1. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ചിലർ ഡി ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. തെറ്റാണ് മോനെ. എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യാനോ മെസ്സി കറക്റ്റ് ആണ്. ആരൊക്കെയാണ് ക്ലാസ് കേൾക്കണേ? ക്രിസ്ത്യാനോ മെസ്സി എല്ലാവരും ഉണ്ട്. ശരി. ഫോർ ദി റിയാക്ഷൻ ശ്രദ്ധിച്ചോളൂ. ഫോർ ദി റിയാക്ഷൻ പറഞ്ഞോടാ. CH3CO CH3 പ്ലസ് I2 ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് എന്ത് പ്രൊഡക്റ്റ്? എന്തോ പ്രൊഡക്റ്റ് തരുന്നു, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. റേറ്റ് ഈസ് ഗവേൺഡ് ബൈ എക്സ്പ്രഷൻ. ഇതാ നോക്കിക്കോ, റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് കേട്ടോ ഈ പറഞ്ഞേക്കുന്നത്. dx/dt പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് അസറ്റോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+. എന്ന് പറഞ്ഞാൽ അസറ്റോണിന്റെ കോൺസെൻട്രേഷൻ മാറ്റിയാൽ റേറ്റ് മാറും. H+ന്റെ കോൺസെൻട്രേഷൻ മാറ്റിയാലും ഏത് മാറും? റേറ്റ് മാറും. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു I2 ആണ് ചോദ്യം. വിത്ത് റെസ്പെക്ട് ടു I2 ഏതാണ് ആൻസർ? വിത്ത് റെസ്പെക്ട് ടു I2 ഏതാണ് ആൻസർ? ഓപ്ഷൻ ആൻസർ ശ്രദ്ധിക്കണേ. നിങ്ങളിൽ പലരും തെറ്റാണ് ആൻസർ പറയുന്നത്. ഇതിന്റെ ആൻസർ ബി ആണ് വരിക. എടാ ചോദ്യം നോക്കടാ. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്നല്ലടാ ഇവിടെ ചോദിച്ചത്. ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചത് എങ്കിൽ നമുക്ക് അതിനുള്ള പണി അറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞത് ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു I2 എന്നാ. റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ഇതിലെവിടെയാടാ I2 ഇല്ലല്ലോ. അപ്പൊ അതിനർത്ഥം കോൺസെൻട്രേഷൻ ഓഫ് I2 റേസ് ടു 0 എന്നാണ്. മനസ്സിലാക്കി വെക്കുക. എനിത്തിങ് റേസ് ടു 0 ഇസ് 1. അങ്ങനെയാണ് അതിൽ I2നെ കാണാതായത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കൂ. ആരൊക്കെയോ ഒന്നുകൂടെ പറയോ എന്ന് കമന്റ് ചെയ്യുന്നത് കൊണ്ട് ഒന്നുകൂടെ പറയാം. നോക്കിക്കേടാ, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കടാ. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I2 എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ ഈ റിയാക്ഷന്റെ ഓർഡർ ഏത് എന്നല്ല ചോദ്യം. ഈ റിയാക്ഷന്റെ ഓർഡർ ചോദിച്ചാൽ നമ്മൾ ഇവിടെയുള്ള 1ഉം ഇവിടെയുള്ള 1ഒക്കെ കൂട്ടിയിട്ട് 2 എന്ന ആൻസർ പറഞ്ഞേനെ. പക്ഷെ ഇവിടത്തെ ചോദ്യം അതൊന്നും അല്ല. I2 എന്ന് പറയുന്ന ആളുടെ ഓർഡർ ഓഫ് റിയാക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ ഓഫ് റിയാക്ഷൻ ദാറ്റ് 0. എന്താ കാര്യം? ഇവിടെ നോക്കിക്കേ. ഇവിടെ ഈ റേറ്റ് കോൺസ്റ്റന്റ് തന്നതിൽ ആരില്ല? കോൺസെൻട്രേഷൻ ഓഫ് I2 ഇല്ല. കോൺസെൻട്രേഷൻ ഓഫ് I2 റേസ് ടു 0 ആണ് വരിക. കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് ഇത് ടഫാണോ ടഫല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കീമിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരിക എന്നതാണ് ഇവിടുത്തെ വിഷയം. കീമിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കലാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കെമിസ്ട്രി അല്ലാത്ത ചിലത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാം. അതുകൂടി നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. മറ്റേതെന്താ അറിയോ, നമുക്ക് ഒരുപാട് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ ആൻസർ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ട്. അത് ആ മനസ്സുഖത്തുമാണ് നിൽക്കും. നീറ്റ് പരീക്ഷയും കീമ് പരീക്ഷയൊക്കെ എഴുതിയിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്യില്ല, എഴുതിയിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നമ്മൾ ഇത്രയും കയ്യിലുത്തിയത് എന്നൊക്കെ നമുക്ക് പിന്നീട് തോന്നും. അപ്പം അതുകൊണ്ട്
കീമിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എക്സ് ഓർ വൈ, നിങ്ങൾക്കത് ടഫാണോ ടഫ് അല്ലേ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ഇവിടെ ഈ ലൈവിൽ വരുന്നത് കീം ക്രാക്ക് ചെയ്യാനാണ്. അതിന് ഈ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ. നെക്സ്റ്റ്, റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദി റിയാക്ഷൻ 2N2O5 പഠിച്ചോ? 2N2O5 gives 4NO2 plus O2 ഈസ് തന്നിട്ടുണ്ട്, റേറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആണ്. മോനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സെക്കൻഡ് റേസ് ടു -1 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലാണല്ലോ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ത് വരിക? സെക്കൻഡ് റേസ് ടു -1 എന്ന് വരിക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് N2O5 റേസ് ടു 1 എന്നല്ലേ എഴുതുക? ബിക്കോസ് ദി റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ശരിയല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു N2O5 റേസ് ടു 1. ഇനി അതിന്റെ വാല്യൂ ഒക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേടാ, റേറ്റിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ റേറ്റ്? 2.4 ഇൻറ്റു 10⁻⁵. 2.4 ഇൻറ്റു 10⁻⁵ ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 3.1 ഇൻറ്റു 10⁻⁵. 3.1 ഇൻറ്റു 10⁻⁵ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5 എന്ന് വരും. ഈ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആണ് നമ്മളോട് ചോദിച്ചത്. 10⁻⁵ 10⁻⁵ കട്ടായി പോയി. കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഈസ് ഈക്വൽ ടു 2.4 ഡിവൈഡഡ് ബൈ 3.1 ദാറ്റ് ഈസ് 24/31. അപ്രോക്സിമേറ്റ്ലി 0.75 കൂടുതൽ ഉണ്ടാകും എന്നാണ് എനിക്കറിയുക. 0.8. എങ്ങനെയാ അതെനിക്ക് മനസ്സിലായത്? 24/32 ആയിരുന്നെങ്കിൽ അത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു പോയി. ഇവിടെ 3/4 എന്ന് വന്നേനെ. 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. പഠിച്ചില്ലടാ? 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണല്ലോ. ഇവിടെ 32 അല്ല, 32 ഒരു പൊടിക്ക് കുറവാ. അപ്പൊ കിട്ടുന്ന ആൻസർ ഡിനോമിനേറ്റർ കുറച്ചുകൂടെ ചെറുതാവുമ്പോൾ ഡിനോമിനേറ്ററിൽ ചെറുത് വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതലായിരിക്കും ആൻസർ. 0.75 ഒരു പൊടിക്ക് കൂടുതൽ. സർ 3.10 ആണ്. മുത്തുമണി, അതൊക്കെ എനിക്കറിയാം. 3.10 എന്ന് പറഞ്ഞാൽ 3.1 തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മനസ്സിലായില്ലേടാ? ആൻസർ 0.8 ഓപ്ഷൻ ബി എന്ന് വരും. നെക്സ്റ്റ്, ദി പ്ലോട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ് വേഴ്സസ് ടൈം ഫോർ എ റിയാക്ഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. ദി റിയാക്ഷൻ ഫോളോസ് ദി റേറ്റ് ഇക്വേഷൻ. മോനെ, ഞാൻ നിനക്ക് 2 ഗ്രാഫ് ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചു കാണണേ. 2 ഗ്രാഫ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചു കാണണേ. ഒന്നാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഗ്രാഫും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ ആക്സിസുകൾ ഡിഫറൻസ് ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ, ആക്സിസുകൾ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ടൈമാണ്, ഇവിടെയും ടൈമാണ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ്, ഇവിടെ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ്. അതാണ് വ്യത്യാസം. 2 ഗ്രാഫിന്റെയും വര പോകുന്നത് ഒരുപോലെയാണ്. ഇതിങ്ങനെ രണ്ടും ഒരേപോലെയാണ്. പക്ഷെ വ്യത്യാസം മനസ്സിലാക്കി വെച്ചില്ലേടാ? Y ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് മാത്രമാണെങ്കിൽ ദാറ്റ് ഗ്രാഫ് റെപ്രസെന്റ് 0 ഓർഡർ റിയാക്ഷൻ. Y ആക്സിസിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണെങ്കിൽ ദാറ്റ് ഗ്രാഫ് റെപ്രസെന്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വ്യത്യാസം പഠിച്ചു വെക്ക്. അപ്പൊ 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലുള്ള വ്യത്യാസം Y ആക്സിസിൽ R ആണോ ലോഗ് R ആണോ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞേ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് വേഴ്സസ് ടൈം ആണ്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്നല്ല പറഞ്ഞത്. അപ്പൊ അത് ഏതാണെന്ന് പറ? 0 ഓർഡർ റിയാക്ഷൻ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഗ്രാഫ് അറിയാത്തവരൊന്ന് വരച്ചു വെച്ചോട്ടാ. ഈ ഗ്രാഫിനെ കുറിച്ച് ധാരണയില്ലാത്തവർ നിർബന്ധമായിട്ടും ഒന്ന് വരച്ചു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ ഉണ്ടാവുക? അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇതാ ശരിക്കും ശ്രദ്ധിച്ചോ മോനെ. ഒരു ജനറൽ വിവരം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാണ്. ജനറലി പഠിക്കണേ കുഞ്ഞെ. ജനറലി എന്താ സംഭവിക്കുകയാണ് ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ നോക്കിക്കോ. ഹാഫ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1.
കാണാതെ പഠിച്ച എല്ലാവരും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 എല്ലാവരും ഒന്ന് കാണാൻ പഠിച്ച്. ടി ഹാഫ് ലൈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0 റേസ് ടു n-1 R0 റേസ് ടു n-1 എല്ലാവരും കാണാതെ പഠിക്കണം. ഇനി പറ, ഞാൻ ആ വാല്യൂ ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0 റേസ് ടു n-1 ആണല്ലോ. n-1 പകരം ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാ. അപ്പൊ ഞാൻ 1/R0 എന്ന് എഴുതുകയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ടു ദി സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ 1/R റേസ് ടു R0 റേസ് ടു 2 എന്നല്ലേ വരിക. ഞാൻ ഇതിനെ ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു R0 റേസ് ടു -2 എന്ന് എഴുതുകയാണ്. അതിനാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. എടാ 1 - n അല്ലേ എന്ന് വിഘ്നേഷ് ചോദിക്കുന്നുണ്ട്. വിഘ്നേഷ് 1/by ആണെങ്കിലാണ് 1 - n. ഓക്കെ, R0 റേസ് ടു n-1 എന്നാണ് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എഴുതുക. 1/by ആണെങ്കിൽ 1 - n. വിട്ടേക്ക്, ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നോക്കിയേ, താഴെ കിടക്കുന്ന R0 റേസ് ടു 2 മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ R0 റേസ് ടു -2 എന്നായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു R0യുടെ പവർ n-1 ആണ്. അപ്പൊ ആ n-1 പകരം ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ എത്രയാണെന്നൊന്ന് ശ്രദ്ധിച്ചേ, -2. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാണാം? ശരിയല്ലേടാ, n-ന്റെ വാല്യൂ 3 എന്ന് വരും. ശരിയല്ലേടാ? ഞാൻ എഴുതിയത് മാറിപ്പോയോ? വിഘ്നേഷ് പറഞ്ഞിടത്ത് കാര്യമുണ്ടല്ലോ. ഞാൻ എഴുതിയത് മാറിപ്പോയോ? n-1 ഈസ് ഈക്വൽ ടു -2 എന്ന് വരുമ്പോൾ -1 അപ്പുറത്തേക്ക് പോകും, -1 കറക്റ്റാ. അപ്പൊ ഇവിടെ 1 - n ആക്കണേ, 1 - n ആക്കണം. അപ്പോഴാണ് കറക്റ്റ് ആൻസർ വരിക. 1 - n ആക്കുമ്പോഴേ കറക്റ്റ് വരുള്ളൂ. ശ്രദ്ധിച്ചോളൂ, 1 - n ഈസ് ഈക്വൽ ടു -2 എന്ന് വരും. കറക്റ്റ് ആണ്. അപ്പൊ n-ന്റെ വാല്യൂ, n ഇങ്ങോട്ട് പോകട്ടെ. അപ്പൊ n ഈസ് ഈക്വൽ ടു 1 + 2 എന്ന് വരും. ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ആൻസർ 3 കറക്റ്റ് ആണടാ. ഇൻകോഗ്നിറ്റോ ഓരോരുത്തരുടെ പേരാണ്. മുഹമ്മദ് ഇൻകോഗ്നിറ്റോ. ഓക്കെ, കറക്റ്റ്. അപ്പൊ ആൻസർ ഡി എന്ന് വരും. പഠിച്ചു വെച്ചോ. അപ്പൊ R0 റേസ് ടു 1 - n ആണേ. R0 റേസ് ടു 1 - n. യെസ്, കറക്റ്റ്. അപ്പൊ ആൻസർ എന്ത് വരുവാടാ? 1 + 2 ദാറ്റ് ഈസ് ആൻസർ 3 എന്ന് വരും. കിട്ടിയില്ലേടാ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏതെങ്കിലും ഏരിയ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേടാ. റേറ്റ് ഇക്വേഷൻ ഫോർ എ റിയാക്ഷൻ N2O gives N2 plus half O2. ഇവിടെ തന്നിട്ടുണ്ട്. Rate is equal to K into N2O raised to 0. That is, it's a zero order reaction. If the initial concentration of the reactant is A, half life period of the reaction. മക്കളെ, ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. എന്താണത്? ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ. എടാ, ഹാഫ് ലൈഫ് നിർബന്ധമായും കാണാതെ പഠിക്കണേ. ഹാഫ് ലൈഫ് നിർബന്ധമായും കാണാതെ പഠിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ പറ, ഹാഫ് ലൈഫ് ടി ഹാഫ് ഈസ് ഈക്വൽ ടു A0 അല്ലെങ്കിൽ R0 ഡിവൈഡഡ് ബൈ 2K. R0 ഡിവൈഡ് ബൈ 2K. കാണാതെ പഠിക്ക്. രണ്ട് ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അറിവില്ലാത്തവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ R0 ഡിവൈഡഡ് ബൈ 2K. R0 ഡിവൈഡ് ബൈ 2K എന്ന ഓപ്ഷൻ ഏതാണടാ? ഇവിടെ R0 എന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം അവർ A എന്ന വാല്യൂ തന്നിട്ടുണ്ട്. ഓപ്ഷൻ A ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, T half is equal to A divided by 2K. Next, half life of a first order reaction is, ശ്രദ്ധിച്ചോളൂ, 4 സെക്കൻഡ് ആണ്. ഹാഫ് ലൈഫ് എത്രയാണ്? ഞാനിവിടെ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് എഴുതി വെക്കാം. പറ, T half is equal to, പറഞ്ഞോടാ, 4 സെക്കൻഡ് ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.2 മോളാർ ആണ്. കോൺസെൻട്രേഷൻ ദി റിയാക്റ്റന്റ് ലെഫ്റ്റ് ആഫ്റ്റർ 16 സെക്കൻഡ്. 16 സെക്കൻഡിന് ശേഷം ഈ 0.12 എന്നതിൽ നിന്ന് എത്ര ബാക്കിയാകും? എടാ, ഇനീഷ്യലി 0.12 ആണല്ലോ. 4 സെക്കൻഡ് കഴിഞ്ഞാൽ അത് 0.06 ആകുമെന്ന് എല്ലാവർക്കും അറിയില്ലേ? കാര്യം എന്താ? 4 സെക്കൻഡിന്റെ പ്രത്യേകത അത് ഹാഫ് ലൈഫാണ്. ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാവാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണല്ലോ ഹാഫ് ലൈഫ്.
അപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോഴോ വീണ്ടും 4 സെക്കൻഡ് കഴിയുമ്പോഴോ വീണ്ടും പകുതിയാകും, 0.03 ആകും. വീണ്ടും 4 സെക്കൻഡ് കഴിയുമ്പോഴോ വീണ്ടും പകുതിയാകും, 0.015 ആകും. വീണ്ടും 4 സെക്കൻഡ് കഴിയുമ്പോഴോ വീണ്ടും പകുതിയാകും, 0.0075 ആകും. അപ്പോൾ ടോട്ടൽ എത്ര ഹാഫ് ലൈഫായി? 4 ഹാഫ് ലൈഫായി. 4, 8, 12, 16. ടോട്ടൽ 16 സെക്കൻഡ് കഴിയുമ്പോൾ 4 ഹാഫ് ലൈഫ് കഴിഞ്ഞു. ആൻഡ് ദി ഫൈനൽ ആൻസർ ഇസ് 0.07. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. 0.0075 എ ഇസ് ദി കറക്റ്റ് ആൻസർ. പഠിച്ചില്ലേ? നെക്സ്റ്റ്, rate constant for a first order reaction whose half life is 480 seconds. എടാ റേറ്റ് കോൺസ്റ്റന്റ് ടി ഹാഫും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള റിയാക്ഷൻ ഇങ്ങനെയാണല്ലോ, 0.693 ഡിവൈഡഡ് ബൈ കെ. ഇവിടുന്ന് കെ ആണ് ചോദ്യം. 0.693 ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് എത്ര സെക്കൻഡാ? 480. ഇതാണ് ആൻസർ. എടാ ആൻസർ കാണാൻ ഒരു എളുപ്പവഴി ഞാൻ കാണിച്ചു തരാം. എളുപ്പവഴിയല്ല, ഒരു കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ഇതിന് 693 ഡിവൈഡഡ് ബൈ 480 എന്ന് എഴുതുക. പരാതിയില്ലല്ലോ. എന്തിനാ ഞാൻ അങ്ങനെ എഴുതിയത്? ഇവിടെ 480 ആണല്ലോ, അതിനോട് കിടപിടിക്കുന്ന പവർ, അതിനോട് ഏകദേശം അടുത്ത് വരുന്ന വാല്യൂ ആക്കി എഴുതിയാൽ കാൽക്കുലേഷൻ സിമ്പിളാ. പക്ഷെ ഇവിടെ ഞാൻ അനധികൃതമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഡെസിമൽ പോയിന്റിനെ സമ്മതം ചോദിക്കാതെ 3 പൊസിഷൻ ഞാൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇടത്തോട്ട് തന്നെ അത് പോകാൻ ഒരു 10⁻³ കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നുമുണ്ട്. അപ്പൊ മുകളിലുള്ള വാല്യൂ 693, താഴെയുള്ള വാല്യൂ 480. 480ന്റെ ഡബിൾ 960 അല്ലേ? 960ന്റെ താഴെയുള്ള വാല്യൂ ആയതുകൊണ്ട് ആൻസർ എന്തായാലും 1 പോയിന്റ് സംതിങ് ആയിരിക്കും. 1 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻³ ഈസ് ദി ആൻസർ. ഇനി എന്തിനാണ് നിങ്ങളത് കംപ്ലീറ്റ് കാൽക്കുലേഷന് നിൽക്കുന്നത്? 1.44 ഇൻറ്റു 10⁻³ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ അല്ലേ? ലോഗ് R0/RT വന്നാൽ ഏത് ഗ്രാഫാണ്? ഫസ്റ്റ് ഓർഡർ തന്നെയാണ് കേട്ടോ, ഫസ്റ്റ് ഓർഡർ തന്നെയാണ്. നെക്സ്റ്റ് മതിയടേ, ലാഗ് അടുപ്പിക്കുന്നില്ല. പോയിന്റ് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്, വായിച്ചോ. ടൈം ഫോർ ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നത് കറക്റ്റ് ആണ്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ കെ എന്നാണല്ലോ. ഇതിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പം ഇത് കറക്റ്റ് ആണ്. ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് യൂണിറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി റേറ്റ് കോൺസ്റ്റന്റ് എന്നത് എന്താണ്? തെറ്റാണ്. ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് യൂണിറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി റേറ്റ് കോൺസ്റ്റന്റ് എന്നത് തെറ്റാണ്. എന്താ കാര്യം? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. അല്ല, അത് കറക്റ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് റേസ് ടു 1 എന്നാണല്ലോ. എടാ ഇതാ ഇതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് ശ്രദ്ധിക്കണേ. ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ യൂണിറ്റ്, ഈ കോൺസെൻട്രേഷൻ യൂണിറ്റ് ചേഞ്ച് ചെയ്താൽ ഡസ് നോട്ട് ചേഞ്ച് ദി റേറ്റ് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞേ. റേറ്റ് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞേ. ഈ റേറ്റ് കോൺസ്റ്റന്റിനെ ചേഞ്ച് ചെയ്യില്ല എന്നത് കറക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് കോൺസ്റ്റന്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓൺലി. ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റേറ്റ് എന്നായിരുന്നെങ്കിൽ മാറിയേനെ. റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേറ്റ് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? ഇനി ടൈം ഫോർ ഹാഫ് ലൈഫ് ഇൻറ്റു റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 0.693 എന്നത് കറക്റ്റ് ആണ്. ഇത് ഇവിടെ നിന്ന് കിട്ടുമല്ലോ. ഹാഫ് ലൈഫും റേറ്റ് കോൺസ്റ്റന്റും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 0.693 കിട്ടും. ദെൻ യൂണിറ്റ് ഓഫ് കെ തെറ്റാണല്ലോ. യൂണിറ്റ് ഓഫ് കെ തെറ്റാണ്. കെയുടെ യൂണിറ്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ (10⁻⁻1) എന്ന് മാത്രമല്ലേ ഉള്ളൂ. ദാറ്റ്സ് റോങ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. പഠിച്ചില്ലേ മോനെ? നെക്സ്റ്റ്, ഹാഫ് ലൈഫ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 5 years. പഠിച്ചോ, വൃത്തിക്ക് പഠിച്ചോ. 5 കൊല്ലാണ് ഒരാളുടെ ഹാഫ് ലൈഫ്.
ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആഫ്റ്റർ 15 years വെൻ ഇനീഷ്യൽ എമൗണ്ട് 64 gram. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കഥ പറഞ്ഞാൽ മതി. 64 gram ഉണ്ടായിരുന്നു. 5 കൊല്ലം കഴിയുമ്പോൾ അത് 32 gram ആകും, പകുതിയാകും. വീണ്ടും 5 കൊല്ലം കഴിയുമ്പോൾ അത് 16 gram ആകും. വീണ്ടും 5 കൊല്ലം കഴിയുമ്പോൾ അത് 8 gram ആകും. എന്തിനാ അങ്ങനെ 5 കൊല്ലം നീട്ടി അങ്ങനെ പോണേ സാർ? എന്നാൽ ഇനി അവിടെ നിർത്തേണ്ട, വീണ്ടും 5 കൊല്ലം പോയിക്കോളി. അങ്ങനെയല്ലടാ. ടോട്ടൽ 15 years ആണ്. 5ഉം 5ഉം 10ഉം 5ഉം 15 ആയല്ലോ. അപ്പോൾ 15 കൊല്ലത്തിന് ശേഷം 8 gram സബ്സ്റ്റൻസ് ബാക്കിയാകും. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. പഠിച്ചോ? നെക്സ്റ്റ്, if the activation energy for the first order reaction, forward reaction is 150 kilojoule per mole, and that of reverse reaction is 260 kilojoule, what is the enthalpy change for the reaction? എടാ, enthalpy change delta H കാണാനുള്ള ഇക്വേഷൻ activation energy of forward minus activation energy of backward reaction ആണ്. activation energy of forward minus activation energy of backward reaction. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഈ ഫോർവേഡ് എത്രയാണ് 150 മൈനസ് ഈ ബാക്ക്വേർഡ് എത്രയാണ് 260, ദാറ്റ് ഈസ് മൈനസ് 110. പഠിച്ചില്ലേ? മൈനസ് 110 കിലോ ജൂൾ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ മോനെ? നെക്സ്റ്റ്, okay, in the respect of the equation k is equal to a raised to minus ea divided by rt. ഏതാ ഇക്വേഷൻ? കാണുമ്പോൾ തന്നെ അറിയാം, അതാണ് നമ്മുടെ അറീനിയസ് ഇക്വേഷൻ. ഓർമ്മയില്ലേടാ? അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ് ശരി എന്നാ ചോദ്യം. എ എന്നത് അഡ്സോർപ്ഷൻ ഫാക്ടർ ആണോ? അല്ല. എ എന്ന് പറയുന്നത് അറീനിയസ് കോൺസ്റ്റന്റ് ആണ്. ഇ എ എന്ന് പറയുന്നത് എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് എന്നത് ശരിയാണ്. ആർ എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണോ? അല്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ല, റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമോ? സാധ്യത നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ കുറവാണ്. അതായത് കമ്മിങ് അക്കാഡമിക് ഇയറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പാറ്റേൺ നിങ്ങൾക്കറിയാലോ, കീം ഓൺലൈൻ ആവുകയാണ്. ഓൺലൈൻ ആകുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഓൺലൈൻ ആവുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോരായ്മകളുമുണ്ട്, എന്നാലും നമുക്ക് പരിഗണിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ എ കാറ്റലിസ്റ്റ് വർക്ക്? ഒരു കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുക? എടാ, കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാഫൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഗ്രാഫ് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചേ, ഒരു റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ റിയാക്ഷന്റെ ആക്സിസ് ഒക്കെ വരച്ചിട്ടുണ്ട്. അവിടുത്തെ എൻതാൽപ്പികൾ, എനർജി ഓഫ് റിയാക്റ്റന്റ്, പ്രൊഡക്റ്റ് ഒക്കെ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എനർജി. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഗ്യാപ്പിനെയാണല്ലോ നമ്മൾ എന്ത് പേര് വിളിച്ചത്? ആക്ടിവേഷൻ എനർജി എന്ന് പേര് വിളിച്ചത്. ഇതാണ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് കാറ്റലിസ്റ്റ്. ഇനി കാറ്റലിസ്റ്റ് വന്നാൽ ഈ റിയാക്ഷൻ സ്പീഡാക്കും. എങ്ങനെയാ സ്പീഡാക്കുക എന്ന് നമുക്കറിയാം. ഈ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കാറ്റലിസ്റ്റ് ഒന്നാണ് കുറച്ചു കൊടുക്കും. ഇങ്ങനെയാണ് കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത്രയേ ഉള്ളൂ ആക്ടിവേഷൻ എനർജി. അപ്പൊ നമ്മൾ ഇതിനെ ആക്ടിവേഷൻ എനർജി വിത്ത് കാറ്റലിസ്റ്റ് എന്ന് പേര് വിളിക്കും. ആക്ടിവേഷൻ എനർജി വിത്ത് കാറ്റലിസ്റ്റോട് കൂടെയുള്ള ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറക്കുക എന്നതാണ്, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് പാത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ. അപ്പൊ കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്നു. എങ്ങനെ? കാറ്റലിസ്റ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി ഫോർ ദി റിയാക്ഷൻ ബൈ പ്രൊവൈഡിങ് എ ഡിഫറെന്റ് റിയാക്ഷൻ മെക്കാനിസം എന്നതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. പഠിച്ചില്ലേ? ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.
Next. A reaction was carried out at 300 Kelvin and 280 Kelvin. The rate constant were found to be K1 and K2 respectively. മോനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ നോക്കിക്കോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ഒരു സംഭവം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ജനറലി റേറ്റ് ബിക്കംസ് ഡബിൾ ഫോർ ഈച്ച് 10 degree Celsius increase. 10 degree Celsius ഇൻക്രീസിനും റേറ്റ് ഡബിൾ ആകും. അപ്പോൾ ഇവിടെ 10 degree Celsius ഇൻക്രീസ് അല്ല, ഡിക്രീസ് ആണ്. നോക്കിക്കേ, 300 കെൽവിനിൽ നിന്ന് 250 ആയി. അപ്പോൾ റേറ്റ് എന്താകും? പകുതിയാകും. അപ്പം 300 കെൽവിനിൽ ഒരു റേറ്റ് കോൺസ്റ്റന്റ് K1 ആയിരുന്നു എന്ന് വിചാരിക്കുക. 290 കെൽവിൻ ആകുമ്പോഴോ അതിൻ്റെ പകുതിയാവും, K1/2. പിന്നെ 280 ആകുമ്പോഴോ വീണ്ടും പകുതിയാകും, K1/4 ആകും. ഇതാണ് K2. K1/4 ഈസ് ഈക്വൽ ടു K2. പുതിയ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 300-ലും 280-ലും കഥ നടക്കണേ. 300-ലുള്ള റേറ്റ് കോൺസ്റ്റന്റിനെ K1 എന്നും 280-ലുള്ള റേറ്റ് കോൺസ്റ്റന്റിനെ K2 എന്നും പേര് വിളിച്ചു. ആ K2 എന്ന് പറയുന്നത് K1/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? K2 ഈസ് ഈക്വൽ ടു 0.25 K1 എന്ന് വരും. K2 ഈസ് ഈക്വൽ ടു 0.25 K1. ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ? ഓപ്ഷൻ സി ശരിക്കും പഠിച്ചു വെച്ചു. ഏതോ ഒരു ക്വസ്റ്റ്യൻ ഏറ്റെടുത്ത് എല്ലാവരും കൂടി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. എടാ, എനിക്കത് വായിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. 3-4 പേര് അതിനായിട്ട് ഇരുന്ന്. കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദി LNK വേഴ്സസ് 1/T പ്ലോട്ട് ഓഫ് എ കെമിക്കൽ പ്രോസസ് having delta is greater than 0, delta H less than 0. The slope is proportional to where K is equilibrium constant. എവിടെ K? അതിന് മുമ്പത്തെ LNK എന്നതിലെ K. എടാ, അത് ഈ ചാപ്റ്റർ അല്ല, അത് തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. തെർമോഡൈനാമിക്സിലെ ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S എന്ന ഇക്വേഷനിൽ ആ ഇക്വേഷനും ഡെൽറ്റ G ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT log K എന്ന ഇക്വേഷനും ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അത് തെർമോഡൈനാമിക്സ് ആണ് കുഞ്ഞെ, അത് കെമിക്കൽ കൈനറ്റിക്സ് അല്ല കേട്ടോ, മനസ്സിലാക്കണേ. ഓക്കെ, നെക്സ്റ്റ്. ആക്ടിവേഷൻ എനർജി ഓഫ് ദി റിയാക്ഷൻ ഈസ്. ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി വായിച്ചേടാ. എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ദി റിയാക്ഷൻ ആണോ? അല്ല. എനർജി ഇവോൾവ്ഡ് വെൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈസ് ഫോംഡ്, അങ്ങനെയൊന്നുമല്ല. മിനിമം എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു ഓവർകം ദി പൊട്ടൻഷ്യൽ ബാരിയർ. ദാറ്റ് ഈസ് കറക്റ്റ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫ് വരച്ച് കാണിച്ചു തന്നില്ലേ? ഇവിടെയാണ് ആര് കടന്നിരുന്നത്? റിയാക്റ്റൻ്റ് കടന്നിരുന്നത്. ആ റിയാക്റ്റൻറ്റിന് പ്രൊഡക്റ്റായി മാറിയാൽ മതി. പക്ഷെ ആ റിയാക്റ്റൻറ്റിന് പ്രൊഡക്റ്റായി മാറണമെങ്കിൽ ഓവർകം ചെയ്യേണ്ട ഒരു എനർജി ബാരിയർ ഉണ്ട്. അത്രയും എമൗണ്ട് ഓഫ് എനർജി ക്രോസ് ചെയ്താലേ അയാൾക്ക് പ്രൊഡക്റ്റായി മാറാൻ പറ്റുള്ളൂ. അപ്പം അതിനേക്ക് എക്സ്ട്രാ ആവശ്യം വരുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജിയെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിച്ച പേരാണെന്ത്? ആക്ടിവേഷൻ എനർജി. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു ഓവർകം ദി പൊട്ടൻഷ്യൽ ബാരിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എ റിയാക്ഷൻ ദി ത്രെഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു. എന്താ ത്രെഷോൾഡ് എനർജി? ത്രെഷോൾഡ് എനർജി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോ. ധാരടാ, ഒറ്റ സെക്കൻഡ്, ഇവിടെ നോട്ടിൽ എന്തോ ഒരു കംപ്ലൈന്റ് വന്നതാണ്, ശരിയാക്കി തരാം. ഇതാ നോക്കിയടാ, പെട്ടെന്ന് വരച്ചു തരാം. എന്താ കേൾക്കണേ? ഒരു ഗ്രാഫ് ഞാനിങ്ങനെ വരച്ചു. ഈ ഗ്രാഫിൻ്റെ എനർജി ഓഫ് റിയാക്റ്റൻറ്റിനെ ഞാനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ഇതാണ് എനർജി ഓഫ് റിയാക്റ്റൻറ്റ്. ഇനി ഈ എനർജി ഓഫ് റിയാക്റ്റൻറ്റ് പോരാ, കുറച്ചിങ്ങനെ കൂടിയിട്ട് വരും എന്നല്ലേ പറഞ്ഞേ? നോക്കിക്കടാ, ഇത്രയും ഏരിയയെ ഞാൻ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി.
ഈ ടോട്ടൽ ഹയസ്റ്റ് എനർജി ഇല്ലേടാ, ആ ഹയസ്റ്റ് എനർജിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ ഒന്നുകൂടെ പറയുന്നുണ്ട്, ത്രെഷോൾഡ് എനർജി എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. ഞാനൊരു റിയാക്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ റിയാക്റ്റൻറ്റിന് പ്രൊഡക്റ്റായി മാറാൻ ഇനി എനിക്ക് എക്സ്ട്രാ കിട്ടേണ്ട എമൗണ്ട് ഓഫ് എനർജിയെ ഞാൻ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. എൻ്റെ കയ്യിൽ ഓൾറെഡി 100 എനർജി ഉണ്ടടാ, 100 ജൂൾ ഉണ്ടെന്ന് വിചാരിക്കും. എനിക്കത് 1000 ജൂളാക്കി മാറ്റണം. 1000 ജൂളാക്കി മാറ്റണമെങ്കിൽ എക്സ്ട്രാ എനിക്ക് എത്ര ഇനി കിട്ടണം? 900 കിട്ടണ്ടേ? ആ 900നെ നമ്മൾ വിളിച്ച പേരാണ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി. പക്ഷേ ആ ടോട്ടൽ ഹയസ്റ്റ് വാല്യൂ ഇല്ലേടാ 1000, അതിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പൊ ത്രെഷോൾഡ് എനർജിയിലേക്ക് എത്താൻ ഇനി എത്ര വേണോ അതിനെ വിളിക്കുന്ന പേര് ആക്ടിവേഷൻ എനർജി. അപ്പൊ എങ്ങനെയാ ത്രെഷോൾഡ് എനർജി കാണുക? ഈ ഗ്യാപ്പ് പ്ലസ് ഈ ഗ്യാപ്പ് ചെയ്താൽ പോരെ? ആക്ടിവേഷൻ എനർജി പ്ലസ് എനർജി ഓഫ് റിയാക്റ്റന്റ് ചെയ്താൽ പോരെ? ശ്രദ്ധിച്ചു നോക്കിയേ, ആക്ടിവേഷൻ എനർജി ഇത്രയും ഗ്യാപ്പ് പ്ലസ് ഈ ഗ്യാപ്പ്, ആക്ടിവേഷൻ എനർജി പ്ലസ് എനർജി ഓഫ് റിയാക്റ്റന്റ് ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, ആക്ടിവേഷൻ എനർജി പ്ലസ് നോർമൽ എനർജി ഓഫ് റിയാക്റ്റന്റ് എന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഏതാണടാ? ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ആക്ടിവേഷൻ എനർജി പ്ലസ് നോർമൽ എനർജി ഓഫ് റിയാക്റ്റൻസ്. പഠിച്ചില്ലേ? മനസ്സിലായില്ലേടാ? നെക്സ്റ്റ്, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വിത്തിൻ 1 hour അത് തീർത്ത് തരുമെന്ന്. നമ്മളിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്ന് ശ്രദ്ധിച്ചെഴുതിക്കും. കാറ്റലിസ്റ്റ് ഓൾട്ടേഴ്സ് ദി റേറ്റ്. എങ്ങനെ? ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജി. ശരിയല്ലേ? ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇവിടെ പെട്ടല്ലോ, PQRS ഞാൻ ഇനി ഇട്ട് കൊടുക്കേണ്ട കാര്യം PQRS എന്ന് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കാറ്റലിസ്റ്റ് ഓൾട്ടേഴ്സ് ദി റേറ്റ് ബൈ ലോവറിങ് ദി ആക്ടിവേഷൻ എനർജി, AR വരും. AR. ബി നോക്കിക്കേ, മോളിക്യുലാരിറ്റി കനോട്ട് ബി ഫ്രാക്ഷൻ ഓർ സീറോ ഓഫ് റിയാക്ഷൻ. ശരിയല്ലേ? കനോട്ട് ബി ഫ്രാക്ഷൻ ആവാൻ പറ്റില്ല. അപ്പൊ BP. ഒരാൾ തെളിഞ്ഞു വരുന്നുണ്ട്, നോക്കാം നമുക്ക്. സി നോക്കിക്കേ, സെക്കൻഡ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫസ്റ്റ്. ശരിയല്ലേടാ? എന്താ കാര്യം? ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നതാണല്ലോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കഥ. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് ലൈഫും ഫസ്റ്റ് ഹാഫ് ലൈഫും ഒക്കെ സെയിം ആയിരിക്കും. CS. അടുത്തത് പിന്നെ DQ ആവലാണല്ലോ അതിൻ്റെ ഒരു മാന്യത. എനർജറ്റിക്കലി ഫേവറബിൾ റിയാക്ഷൻസ് ആർ സംടൈംസ് സ്ലോ. പ്രോപ്പർ ഓറിയന്റേഷൻ ഈസ് നോട്ട് ദർ ഓൾവേസ്. എന്താന്നാവോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓപ്ഷൻ C ഈസ് ദി കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ കുഞ്ഞെ? കഴിഞ്ഞു. ഇനി പറ, എന്തൊക്കെയാണ് നിങ്ങളെ പ്രശ്നങ്ങൾ? പറ. ഇപ്പൊ കീമുമായി ബന്ധപ്പെട്ട് കെമിക്കൽ കൈനറ്റിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ വിഷയം പറ. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. ന്യൂമറിക്കൽ. മോനെ, ന്യൂമറിക്കലിൻ്റെ വിഷയം പറഞ്ഞുതരാം. ഒരാൾ നിങ്ങളെക്കാൾ കൂടുതൽ കാൽക്കുലേഷനിൽ സ്കില്ലുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവൻ എന്നോ നിങ്ങളെക്കാൾ കൂടുതൽ അതിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കലിൽ പ്രാക്ടീസ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് എളുപ്പവഴികളില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ നിർത്തിക്കോ. രക്ഷപ്പെടലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, കാരണം പറച്ചിലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിർത്തിക്കോ. അതല്ല എക്സ്പേർട്ട് ആവലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പണിയെടുത്തോ. ന്യൂമറിക്കൽ സ്കില്ലില്ല എന്ന് പറയുന്ന നേരം ന്യൂമറിക്കൽ ചെയ്തു പഠിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. ലാംഗ്വേജ് പഠിക്കും പോലെ ന്യൂമറിക്കൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്തു പഠിക്കണം. എങ്ങനെയാണ് ന്യൂമറിക്കൽ സ്കില്ലില്ല സാറേ എന്ന് പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻ കൊടുത്താൽ, സാറേ ഇതെങ്ങനെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് ഇതിന്റെ സ്കില്ലില്ലല്ലോ. നീ സ്കില്ലില്ലാതെ അങ്ങനെ തീർന്നു പോവുകയുള്ളൂടാ. സ്കില്ല് ഉണ്ടാവണേ പണിയെടുക്കണം. നീ തീരുമാനിക്കണം പണിയെടുക്കാൻ, എന്നാലേ സ്കില്ല് ഉണ്ടാവുള്ളൂ. ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ന്യൂമറിക്കൽ സ്കില്ലില്ല എന്ന് പറയുന്ന ഒരു സൊസൈറ്റി തന്നെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലുണ്ട്. ആ സൊസൈറ്റിയിൽ നീയും പെട്ടാൽ ഈ ഒരു സൊസൈറ്റി നിന്നെ ഇങ്ങനെ അടിച്ചൂട്ടി ഏതെങ്കിലും ഒരു കരക്ക് കൊണ്ടുപോയി അടുപ്പിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കരക്ക് കൊണ്ടുപോയി അടുപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് നീയും ജോയിൻ ചെയ്ത് ഒരു എഞ്ചിനീയർ ആയിട്ട് പുറത്തിറങ്ങി പണിയില്ലാതെ വെറുതെ നടക്കും. ഇതൊന്നും ശാപവാക്കുകളല്ല, ഇതൊക്കെ പ്രവചനങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഒരു പുഴയിൽ വീണ കരിയിലയാവരുതെന്ന് ഞാൻ ഓഫ്ലൈൻ സെന്ററിൽ ഇന്നുപോലും പറഞ്ഞിട്ടേ ഉള്ളൂ. പുഴയിൽ വീണ കരിയിലയുടെ പ്രത്യേകത, ആ കരിയില എങ്ങോട്ട് പോകണമെന്ന് പുഴയാണോ തീരുമാനിക്കുക, ഇലയാണോ തീരുമാനിക്കുക? പുഴയാണ് തീരുമാനിക്കുക. ആ പുഴ എങ്ങനെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിക്കും. അതുകൊണ്ട് വർത്താനം മാറ്റി വെച്ചിട്ട് പണിയെടുക്കടേ.
പണിയെടുത്ത് കഴിഞ്ഞാൽ ന്യൂമറിക്കലൊന്നും ഒരു ഒപ്പുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളോട് ന്യൂമറിക്കൽ സെറ്റാക്കി തരാൻ ഒരു വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു വെക്കണം. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ നമ്മുടെ മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് മതി. കാര്യം ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ അത്രയും ഇതിൻ്റെ ബാക്ക് വർക്ക് എടുത്തിട്ട് റെഫർ ചെയ്തിട്ട് കളക്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 30 ക്വസ്റ്റ്യന് 30 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. നിങ്ങൾ ഫസ്റ്റ് ടൈം ആ ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ അറിവുണ്ടാകും. ഓക്കെ, നിങ്ങൾ അത് പഠിക്കും. സെക്കൻഡ് ടൈം നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു പഠിക്കുമ്പോൾ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആകും. ഒരു തവണ പഠിച്ചത് പിന്നെയും ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആകുമല്ലോ. വീണ്ടും ചെയ്തു പഠിക്കുമ്പോൾ വീണ്ടും എക്സ്പേർട്ട് ആകും. പിന്നെ അങ്ങനത്തെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ടപ്പ് ഒറ്റയടിക്ക് ആൻസർ കാണാനുള്ള ലെവലിലേക്ക് നിങ്ങൾ മാറും. നേരെ മറിച്ച് കുറേ കട്ടിങ് കനുള്ള പുസ്തകങ്ങൾ കാണാം. നിങ്ങൾക്ക് എൻട്രൻസിന് നിങ്ങളുടെ ഒരു കുഞ്ഞാമാൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ടാകും, അന്ന് ഓള് വാങ്ങി വെച്ച കുറേ ബുക്ക് ഉണ്ടാകും വീട്ടിൽ. അതൊക്കെ പാടെ ഇപ്പം നിന്റെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ടാകും. ഓൾ അന്ന് അങ്ങനെ പഠിച്ചു, ഇയ്യോ അങ്ങനെ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും പ്രശ്നം ഉണ്ടാകും വീട്ടിലൊക്കെ. പൊന്നു മക്കളെ, ഞാൻ ഒരു കാര്യങ്ങളോട് പറഞ്ഞുതരാം. നല്ല കട്ടിയുള്ള ബുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു പണി, തലയണൻ്റെ ചോട്ട് വെക്കുക, എന്നിട്ട് തലയണ വെച്ച് കടന്നുറങ്ങി നോക്കിയാൽ നല്ല സുഖം കിട്ടും. അതല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള കടിച്ചാൽ പൊട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പഠിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. ഏറ്റവും ടഫായ ക്വസ്റ്റ്യൻ നീ ചെയ്തു പഠിച്ചാലും, ഏറ്റവും ടഫായ ക്വസ്റ്റ്യൻ നീ മാത്രം ഇന്ത്യയിൽ അറ്റൻഡ് ചെയ്താലും അനക്ക് അതിനും കിട്ടും 4 മാർക്ക്. ഏറെ ഒന്നുമില്ലല്ലോ. ഇത് പബ്ലിക് എക്സാം അല്ലല്ലോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിക്കാൻ. ഇവിടെ എല്ലാ ക്വസ്റ്റ്യനും 4 മാർക്കാടാ. അതിൽ തന്നെ 90% ക്വസ്റ്റ്യൻസ് ഈ ഒരു ലെവലിലാ ചോദിക്കണേ. എന്നിട്ട് കടിച്ചാ പൊട്ടാത്ത അടക്കയെടുത്തിട്ട് നടക്കേണ്ട കാര്യം എന്താണ്? ഇത് പഠിക്ക്. ഇത് സെറ്റ് ആയാലല്ലേ ഇനി അതിന്റെ പുറത്തേക്കുള്ളൂ. അതുകൊണ്ട് ഇത് റെഡിയാക്ക്. വിനയം കാണിച്ച് വീണ്ടും 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 വായിച്ചു പഠിക്ക്. പഠിതാവിൻ്റെ ആസ്പെക്റ്റിൽ, ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആസ്പെക്റ്റിൽ ഞാൻ പറയുന്നു, വിനയം എന്ന് പറയുന്നത് പഠിച്ചത് വീണ്ടും പഠിക്കാൻ കാണിക്കുന്ന മനസ്സാണ്. പഠിച്ചത് രണ്ടാമത് വായിക്കുമ്പോൾ ഇത് ഞാൻ പഠിച്ചതാണല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ മാറ്റിവെക്കുന്നതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് അഹങ്കാരം. അഹങ്കാരി ആവരുത് നീ. വിനയം കാണിക്ക്. സാറേ ഇതേ ക്വസ്റ്റ്യൻസ് ആണല്ലോ റെക്കോർഡഡ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്, ഏറുവോ? നീ അത്രക്ക് പെർഫെക്റ്റ് ആയോ? ഞാൻ എത്ര തവണയായടാ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യണേ, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എൻ്റെ അടുത്ത് പറ്റിയ 1-2 തെറ്റുകൾ ഇരുത്തി തന്നില്ലേ? പിന്നെയാണോ നീ? ഞാൻ എന്നെക്കാൾ നിന്നെ ചെറുതാക്കിയതല്ല, എൻ്റെ എക്സ്പീരിയൻസിനെ നിന്റെ എക്സ്പീരിയൻസിനേക്കാൾ വലുതാക്കിയതാണ്. ബൈ എക്സ്പീരിയൻസ് ഞാൻ നിന്റെ മുകളിലാണ്, അതിൽ വേറെ വർത്താനമൊന്നുമില്ല. അതുകൊണ്ട് മനസ്സ് വിശാലമാക്കുക, എന്തിനേ സ്വീകരിക്കുക, സ്വീകരിച്ചിട്ട് അങ്ങോട്ട് പഠിക്കുക. ചോദ്യം ചോദിച്ച് നടന്ന ചോദ്യം ചോദിച്ച് അങ്ങനെ നടക്കുക. ആൺകുട്ടികളെ എൻട്രൻസ് സീറ്റുകൊണ്ട് പോകും. അതുകൊണ്ട് പൊന്നുമക്കളെ, ഇതിലെ ആവശ്യക്കാരൻ ആരാണെന്ന് റിയലൈസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം. ആരാ ആവശ്യക്കാരൻ? ഞാനോ നീയോ? അത് ചർച്ച ചെയ്തിട്ട് പോയാൽ മതി. അത് നീയാണ്, നീ മാത്രമാണ്. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻട്രൻസ് കിട്ടാൻ മാത്രമുള്ള സീറ്റ് ഇന്ന് കേരളത്തിലില്ല. അത്രക്ക് കുട്ടികൾക്ക് ഞാൻ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എക്സ് ഓർ വൈ എനിക്ക് നീ അല്ലെങ്കിൽ വേറൊരാൾ റിസൾട്ട് ഉണ്ടാക്കി തരും. എഡ്യൂപോർട്ടിന് അത് മതിയാവുമല്ലോ. പക്ഷെ അതിൽ നിന്റെ ആവശ്യത്തെ നീ മറന്നു പോകരുത് എന്നുകൂടി ഒരിക്കൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.